തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു കോർപ്പറേഷൻ തന്നെയായിരിക്കും. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ ഒരു ബോർഡർ കടക്കുമ്പം അത് അങ്ങ് കേരളത്തിന്റെ പദ്ധതിയാവും. എല്ലാം ശരിയാക്കി കഴിഞ്ഞു, ഇനി ഒന്നുമില്ല ശരിയാക്കാനായിട്ട്. അപ്പൊ ഈ പറയുന്ന മന്ത്രിമാര് പറയുന്നത് കള്ളത്തനമാണ്. കേരളം നമ്പർ 1. അവര് പറയുന്ന ഒരു വികസനം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന എന്ത് തന്നെയായിരുന്നാലും രാജീവ് പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ സത്യങ്ങളുണ്ട്. വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്കും ഇന്ന് നമ്മളൊരു പുതിയ ചർച്ചയായിട്ടാണ് വന്നേക്കുന്നത്. അതെ, അതായത് ഇപ്പോൾ ഇലക്ഷനൊക്കെ നടക്കുന്നുണ്ട്, തകൃതിയിൽ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ പാർട്ടിക്കാരും ഒരു എന്താ ചേച്ചി ഇലക്ഷൻ ചൂടിലേക്ക് വന്നു കഴിഞ്ഞു, ജനങ്ങളും വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ചെറിയ ചൂട് വെച്ചു തുടങ്ങി എല്ലാവർക്കും. ചർച്ചാ വിഷയം അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പുറത്തിറങ്ങിയാൽ തന്നെ അറിയാം, ഫ്ലെക്സും പോസ്റ്റേഴ്സും കൊണ്ട് നമ്മുടെ ഫുൾ അല്ലെങ്കിൽ തിരുവനന്തപുരം എന്ന് പറയുന്നത് ചുവരെഴുത്തിന് പേര് കേട്ടതാണെന്നുള്ളതാണ്. അപ്പോൾ ചുവരെഴുത്ത് മാത്രമല്ല, ഫ്ലെക്സ് തവണ എടുത്ത് മാറ്റാൻ പറഞ്ഞാൽ പോലും കോടതി ഉത്തരവ് വന്നിട്ട് പോലും. ഇനിയിപ്പോ ഈ ഇലക്ഷൻ കഴിഞ്ഞു, ഇനി ഇത് അടുത്ത ഇലക്ഷൻ വരണം ഈ ഫ്ലെക്സ് മാറി സ്ഥാനാർത്ഥിയെ മാറ്റണമെങ്കിൽ. അപ്പോഴേ മാറുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഫ്ലെക്സ് ഒക്കെ എടുത്ത് മാറ്റണം. ഒരുപാട് ആപത്തുകളും ദുരന്തങ്ങളും ഒക്കെ അതിനോടനുബന്ധിച്ചുണ്ടാകാറുണ്ട്. പക്ഷേ നമ്മുടെ കാര്യത്തിലൊക്കെ നമുക്ക് വരാം. നമുക്കറിയാം ചേച്ചി, ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു കോർപ്പറേഷൻ തന്നെയായിരിക്കും ഈ വരുന്ന ഒരു തെരഞ്ഞെടുപ്പിലൂടെ പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇത്തവണ നമുക്കറിയാം കഴിഞ്ഞ തവണ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു നടന്നത്. പ്രതിപക്ഷത്തിലേക്ക് BJP വന്നൊരു സംഭവം. അതുകൊണ്ട് തന്നെ ഇത്തവണ എനിക്ക് തോന്നുന്നു ചേച്ചി ഒരു ഇഞ്ചോടിഞ്ച് ഒരു പോരാട്ടം നടക്കാൻ പോകുന്ന ഒരു സ്ഥലം തന്നെയായിരിക്കും നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതിപ്പോ CPM ആയിരുന്നാലും വിട്ടുകൊടുക്കാൻ ചാൻസ് ഇല്ല. അവര് നല്ല രീതിയിൽ തുടർ ഭരണം, ഇനി ഞങ്ങൾ നല്ല കുട്ടികളാകാം, നല്ല ഭരണം കാഴ്ചവെക്കുമ്പോൾ നല്ലൊരു വികസന മാതൃക മുന്നിൽ കണ്ടുകൊണ്ടാണ് BJP രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്ത് പറയുന്നത്, കഴിഞ്ഞ ദിവസം നമുക്കറിയാം BJPയുടെ ഇപ്പൊ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകളാണ് എനിക്ക് ഏറ്റവും വളരെയധികം എന്നെ ഒരു ശ്രദ്ധിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. നല്ല ഒരു എന്താ പറയുക, സ്കോളർ ആണെന്നൊക്കെ പറയത്തില്ലേ, അത്രയ്ക്ക് നല്ല അറിവും വിദ്യാഭ്യാസവും ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന 95% വികസനവും കേന്ദ്ര സർക്കാരിൻ്റെതാണെന്നുള്ളൊരു പരാമർശം അദ്ദേഹം പറഞ്ഞിരുന്നു. എനിക്കത് കേട്ടിയപ്പോൾ സത്യമായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയത്. കാരണം നമുക്കറിയാം പല പദ്ധതികളും കേന്ദ്രത്തിൽ നിന്ന് അപ്രൂവ് ചെയ്തിട്ട് നമുക്കറിയാം ഇപ്പോൾ ഒരു പദ്ധതി വരുമ്പോൾ അതിലൊരു വിഹിതം കേന്ദ്ര സർക്കാർ ഇടുന്നത് പോലെ കുറച്ച് വിഹിതം കേരള സർക്കാർ ഇടാറുണ്ട്. പക്ഷേ പല പദ്ധതികളും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണ് നമ്മുടെ കേരളത്തിൽ ഇവിടെ വരുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ ഒരു ബോർഡർ കടക്കുമ്പം അത് അങ്ങ് കേരളത്തിന്റെ പദ്ധതിയാവും. അല്ല, പേര് മാറ്റി രീതി മാറ്റി അത് സംസ്ഥാന നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ്, സംസ്ഥാന സർക്കാരിന്റെ മോഹമാണ്, അവരുടെ സ്വപ്ന പദ്ധതിയാണ് എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് ചേച്ചി അവതരിപ്പിക്കുന്നത്. മനസ്സിലാക്കട്ടെ, ഇതൊക്കെ ജനങ്ങൾ ചേച്ചി ഒരു ഉളുപ്പില്ല. കാരണം എനിക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ റോഡ് വികസനത്തിലെ കാര്യമാണ്. നമുക്കറിയാം ദേശീയപാത വികസനം എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിലാണ്. നമുക്കറിയാം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ റോഡുകളും ഇപ്പൊ നല്ല രീതിയിൽ അവര് വികസിപ്പിച്ച് കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയുടെ കീഴിൽ തന്നെയാണ് ഈ ദേശീയപാത വികസനവും. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ റോഡും നമ്മളിപ്പോ പറയില്ലേ, മറ്റേ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളെല്ലാം മാറി ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തിലോട്ട് വരുമ്പം അത് മുഖ്യമന്ത്രിയുടെ മരുമകന്റെ പദ്ധതിയാകും, മരുമകന്റെ സ്വപ്നമാകും. മരുമകൻ ഏറെ പരിശ്രമിച്ചത് കൊണ്ടാണ് കണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. നമ്മൾ പറയുന്നത് വെറുതെ ഒന്നും അല്ല, നിങ്ങൾക്കും അത് അറിയാം. അവര് വന്ന് റോഡ് പണി ചെയ്ത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഫ്ലെക്സ് അവിടെ റെഡിയാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ ഫ്ലെക്സ് ബാക്കിൽ റെഡി ആവുകയാണ്. അതെ, പിന്നാമ്പുറത്ത് അവര് റെഡിയാക്കി കഴിയും. തീരുന്നതിന്റെ അന്ന് കൊണ്ടുവന്ന് വെക്കും. അവരുടെ എന്താ പറയാ, ഇടത് സർക്കാരിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി, ദേശീയപാത വികസനം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ രാജീവ് പറഞ്ഞത് ഒരു 100% ശരിയാണ്. കേരളത്തിന്റെ പദ്ധതി അല്ല, കേന്ദ്രത്തിന്റെ പദ്ധതികളാണ് ഇവിടെ 95% നടക്കുന്നത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് LDF വരും, എല്ലാം ശരിയാകും. ഇതായിരുന്നല്ലോ ചേച്ചി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അവർ പറഞ്ഞ ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത്. അതാണ്
ഞങ്ങൾ വരും, എല്ലാം ശരിയാകും. പക്ഷെ എന്ത് ശരിയായി? എന്താണ് ഇനി ശരിയായിട്ടില്ല. അതെ, ചേച്ചി പറഞ്ഞതുപോലെ എന്താണ് ഇനി ശരിയാവാനുള്ളതെന്നാണ് സത്യം പറഞ്ഞാൽ നമ്മളിനി പറയുന്നത്. കാരണം എല്ലാം ശരിയാക്കി കഴിഞ്ഞു, ഇനി ഒന്നുമില്ല ശരിയാക്കാനായിട്ട്. അവരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം, അവർ ഭരണത്തിൽ വന്ന ഈ 9.5 വർഷം കൊണ്ട് അവരിനി പുതുക്കാനോ പണിയാനോ ആയിട്ട് ഒന്നുമില്ല. കണ്ടില്ലേ, അയ്യപ്പന്റെ സ്വർണത്തിന്റെ അതിന് വരെ ഒരു മാറ്റം സംഭവിച്ച് സ്വർണം ചെമ്പായി മാറി. അതെന്തെന്ന വലിയ കാര്യമാണെന്ന് ആലോചിച്ച് നോക്കി. സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥരാണ് അവിടുത്തെ ദേവസ്വം ബോർഡിലെ അംഗങ്ങളെല്ലാം. അതേ സർക്കാർ തന്നെ ഇപ്പൊ പറയുന്നു ഞങ്ങൾ അറിഞ്ഞില്ല എന്ന്. അത് എന്തുകൊണ്ടാണ് അറിയാത്തത്? അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും സർക്കാർ അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ ഇപ്പൊ പറയുന്നത് പോലെ കേന്ദ്രം ഏറ്റെടുക്കട്ടെ ശബരിമല. അതെ, ശബരിമല കേന്ദ്രം ഏറ്റെടുക്കട്ടെ. അപ്പൊ അവർ നോക്കിക്കോളും. രീതിയിൽ കാര്യങ്ങള് കേന്ദ്രം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പോകുമെന്ന് ഉറപ്പാണ്. ഞാൻ ഇടയ്ക്ക് അല്ല, ഇവർക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ ഇവർ പറയുന്നു മന്ത്രിയെ, അവിടുത്തെ തന്ത്രിയോ ദേവസ്വം പ്രസിഡന്റോ കാര്യങ്ങൾ അറിയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊരു നാണക്കേടാണത്. കാരണം അറിയിക്കേണ്ടവരെ അറിയിക്കാതെ അവർ ഈ മാറ്റങ്ങളും കൊള്ളയും നടത്തുന്നു, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഭരണത്തിനുണ്ടാകുന്ന ഒരു നാണക്കേടാണ്. അപ്പോൾ കേന്ദ്രത്തിന് സമയമുണ്ട് നോക്കാനായിട്ട്, അല്ലെ? അമ്പലങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നോക്കാനായിട്ട് കേന്ദ്രത്തിന് സമയമുണ്ടെന്നാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. അതെ, അല്ല, പ്രത്യേകിച്ച് കാരണം ഇടതുപക്ഷം വന്നതിന് ശേഷം അമ്പലങ്ങൾക്കെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാടടുത്ത് വന്നിട്ടുണ്ട്. ഇതാ ഇപ്പോൾ തന്നെ പാറശാലയിൽ ഒരു അമ്പലവും ഒരു ശിവക്ഷേത്രവും അടച്ചുപൂട്ടി. അപ്പോൾ അമ്പലങ്ങൾക്ക് നേരെ ഇങ്ങനെ വരുമ്പോൾ ഹിന്ദുക്കൾ പറയും അയ്യോ ഞങ്ങളുടെ ഇതിനല്ല. ഇപ്പം ജാതി മതം വർഗം അങ്ങനെ ഒന്നും പറയുന്നതല്ല. ഇവർക്ക് ഒന്നിനും സമയമില്ല. എന്തറിഞ്ഞിരുന്നാലും ഇവർ പറയും ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയും. അപ്പം കേന്ദ്രം ഭരിക്കട്ടെ. അതെ, അത് തന്നെയായിരിക്കും നല്ലത്. രാജീവ് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചേച്ചി, ഇപ്പൊ കേരളത്തിൽ ഒരുപാട് വികസനം വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM വോട്ട് തരുന്നത്. നമുക്കറിയാലോ ചേച്ചി, ഞങ്ങൾ വന്നു, അതിദാരിദ്ര്യമുക്തമായി, അങ്ങനെയായി ഇങ്ങനെയായി, പെൻഷൻ കൊണ്ടുവന്നു, അത് കൊണ്ടുവന്നു, ഇത് കൊണ്ടുവന്നു. അല്ല, ആ ഒരു കാര്യം എടുത്ത് പറയണം അതുല്യ. നമ്മൾ ചെയ്യുന്ന കാര്യം പറയാതിരിക്കുന്നില്ല. 2000 രൂപ വരെ ആക്കി അവര് 2500 ഇല്ലാതെ കൊടുക്കാനായിട്ട് അവർക്ക് സർക്കാർക്ക് കഴിയണം എന്നുള്ളതാണ്. 2000 രൂപ ആക്കുന്നുള്ളൊരു പ്രഖ്യാപനം വന്ന സമയത്ത് ഞാൻ അന്ന് തന്നെ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തു. അപ്പോഴും 2-3 അമ്മമാർ എന്നോട് പറഞ്ഞത്, മക്കളെ കുറച്ച് രൂപ കിട്ടും, ബാക്കി കുടിശ്ശിക ഇട്ടിട്ടാണ് വരുന്നത്, അതൊരു 2-3 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അല്ല, ഇപ്പൊ കുടിശ്ശിക ഇലക്ഷനോടനുബന്ധിച്ച് കുടിശ്ശിക എല്ലാം തീർത്തു. അതിപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇലക്ഷനോടനുബന്ധിച്ച് എല്ലാം തീർത്തു. പക്ഷെ ഇനി കുടിശ്ശികയൊന്നും ഇടാതെ, ഇനി കുടിശ്ശിക വന്നാൽ കൂടും അതുല്ല. കാരണം 2000 രൂപയാണ് വരുന്നത് ഒരു മാസം. 3 മാസം 5 മാസം ഇത് വരുമ്പോഴത്തേക്ക് എത്ര രൂപയായി? 10,000 രൂപയാകുന്നു. കാരണം നമുക്കറിയാം ഇന്ന് ഓരോ സാധനങ്ങൾക്കും വില കൂടുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും 2000 രൂപ കൊണ്ട് ഒരു മാസം തള്ളി നീക്കാൻ നല്ല, എന്നാലും സർക്കാർ അത് കൊടുക്കുന്നു. നല്ലതിനെ നമ്മൾ നല്ലതെന്ന് പറയുന്നു. പക്ഷെ അതിലും നിങ്ങൾ കുടിശ്ശിക ഇടാതെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കമ്മിങ് ബാക്ക് ടു നമ്മുടെ പോയിന്റിലോട്ട് വന്നു കഴിഞ്ഞാൽ, രാജീവ് പറയുന്നത് പോലെ നമ്മുടെ കേരളത്തില് വികസനം ഒന്നും വലിയ രീതിയിൽ നടന്നിട്ടില്ല എന്ന് പറയാം. LDF എത്രയൊക്കെ കൊട്ടി ഘോഷിച്ച് പറഞ്ഞിരുന്നാലും, ഞങ്ങൾ വികസനം കൊണ്ടുവന്നു എന്ന് പറഞ്ഞിരുന്നാലും, എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമേ ഉള്ളൂ, ഈ വികസനം ഇത്രയും നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ ജോലിക്ക് വേണ്ടിയിട്ട് അന്യനാടുകളിൽ പോകുന്നത്? ഇതേ വേറൊരു ചോദ്യം ഞാൻ അങ്ങോട്ടും കൂടെ ചോദിക്കാം. എന്തുകൊണ്ടാണ് ഇത്രയും വികസനം, നമ്പർ 1 കേരളം, എല്ലാ ആരോഗ്യ കേരളം ഇതൊക്കെ പറയുന്നത്? എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇവിടുത്തെ മെഡിക്കൽ കോളേജിലും മറ്റുള്ളവർക്ക് ചികിത്സ നോക്കിയാതെ വിദേശത്ത് പോകുന്നു? അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സിച്ചാൽ മാത്രമേ ചികിത്സ. അതെന്തുകൊണ്ടാണ്? എല്ലാ മന്ത്രിമാരും, ഞാൻ പറഞ്ഞില്ലേ ഒരാളെന്നല്ല, എല്ലാവരും മുഖ്യമന്ത്രിയോട് ഒരുപാട് മന്ത്രിമാർ ചികിത്സ തേടി വിദേശത്ത് പോകുന്നു. എന്തുകൊണ്ടാണ്? അപ്പൊ ഈ പറയുന്ന മന്ത്രിമാര് പറയുന്നത് കള്ളത്തനമാണ്. കേരളം നമ്പർ 1 അവര് പറയുന്ന ഒരു വികസനം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ, അവർ പറയുന്ന സമ്പൂർണ്ണ മേഖല, ആരോഗ്യ മേഖലയായിരുന്നാലും എന്ത് മേഖല എടുത്തിരുന്നാലും, വിദ്യാഭ്യാസ മേഖലയായിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും, നമ്പർ 1 കേരളമാണെങ്കിൽ എന്തുകൊണ്ട് അവരുടെ മക്കള് പുറത്ത് ജോലി ചെയ്യും? ഈ വിദേശീയരൊന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ഇവിടെ വരുന്നത് എന്താണ്? പ്രകൃതി രമണീയത കാണാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആയുർവേദ ചികിത്സയ്ക്ക് മാത്രമാണ് വരുന്നത്. അല്ലാതെ അവർക്കൊരു അല്ലാതെ ഒരു ബിസിനസ് പരമായിട്ട് കൂടുതൽ ആൾക്കാർ വരുന്നില്ല. ഒന്നുമില്ല. ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ ഇവിടെ വരുന്നില്ല. അങ്ങനെ വരണമെങ്കിൽ മലയാളം പഠിക്കാം. അതിപ്പോൾ അവരെല്ലാവരും ഇവിടെ നിന്ന് മലയാളം പഠിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനുമല്ല. അപ്പോൾ ഈ സമ്പൂർണ്ണ കേരളം, വികസിത കേരളം ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ആലോചിച്ച് വേണം പറയാനായിട്ട്. ഇതൊക്കെ
എന്തെങ്കിലും നിങ്ങളത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ രാജീവ് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചേച്ചി, നമ്മുടെ കേരളത്തിൽ ശക്തമായ കോൺഗ്രസും CPM-ഉം തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതിന്റെ തെളിവാണ് നമ്മൾ ഈ ഇലക്ഷനിലെല്ലാം കാണുന്നത്. അത് തീർച്ചയായിട്ടും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യമായിട്ടുള്ള ഒരു വിഷയം വരുമ്പോൾ ഒരു രീതിയിലും ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം എങ്ങനെയാണോ ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് ആ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു പ്രതിപക്ഷത്തെ നമ്മൾ പലപ്പോഴും കാണാറില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷയം വന്നതിന് നമുക്കറിയാം ചേച്ചി, മുൻപ് ഉമ്മൻചാണ്ടി ഇരുന്നപ്പോഴായിരുന്നാലും രമേശ് ചെന്നിത്തല ഇരുന്നപ്പോഴായിരുന്നാലും അതെ, ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ സർക്കാരിനെ എങ്ങനെ പ്രതിരോധത്തിൽ നിർത്തണം, എന്ത് പോയിന്റ് പറഞ്ഞിട്ടാണ് അവരെ പ്രതിരോധിക്കേണ്ടതെന്ന് അവർക്കറിയായിരുന്നു. അപ്പം ഇപ്പോ ഉള്ള എനിക്കറിയില്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കാണിക്കുന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്കും തോന്നിപ്പോകും ചേച്ചി, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ CPM-ഉം കോൺഗ്രസും തമ്മിലൊരു ബന്ധമുണ്ട്, അവര് തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പുകളെല്ലാം പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല. തെറ്റു പറയല്ല. പക്ഷേ ഇതേ നമ്മുടെ ഇപ്പം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരാണ് പ്രതിപക്ഷത്തെങ്കിൽ സത്യം പറഞ്ഞാൽ കോൺഗ്രസിനെ നിപ്പിന് ഉരുക്കും അവര്. തീർച്ചയായിട്ടും. കാരണം ഇവര് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഗംഭീരമാണ് പ്രശ്നത്തിൽ. പിന്നെ അവര് നേടിയിട്ടേ മാറത്തുള്ളൂ. കോളേജുകളിൽ നമ്മൾ തീർച്ചയായിട്ടും. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കാൻ ഇടതുപക്ഷം ഗംഭീരമാണ്. അവര് ഭരണപക്ഷത്ത് മോശമെന്നല്ല പറഞ്ഞത്. ഭരണപക്ഷത്ത് ഈ പറയുന്നത് പോലെ പറയുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്തു പോയിരുന്നുവെങ്കിൽ നമുക്ക് വേറെ വിഷയമില്ലായിരുന്നു. പക്ഷേ പറയുന്നതൊന്ന് പ്രവർത്തന രീതി മറ്റൊന്ന് വരുമ്പോഴത്തേക്കാണ് ഒരു വിഷയം ഉണ്ടാകുന്നത്. പിന്നെ നേതാക്കന്മാർക്കൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് അണികൾക്കുണ്ടാകുന്ന വിഷയങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റി ഭരണം ഒന്ന് വേറെ ഇതായിട്ട്, കാരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പലപ്പോഴും പ്രതിപക്ഷത്തിരുന്ന് ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല കാര്യങ്ങളാണ്, പ്രതികരിച്ചിട്ടുള്ളതും വളരെ നല്ല കാര്യങ്ങളാണ്. അപ്പം ഭരണപക്ഷത്ത് വന്നപ്പോൾ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ എതിർത്ത ഒരു കാര്യം അവർക്ക് നടപ്പിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതെ, പക്ഷെ നമ്മൾ പ്രതിപക്ഷം ഇപ്പൊ എന്ത് കാണുന്നു എന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല. എല്ലാവരും എവിടെയൊക്കെയാണ് പറഞ്ഞതുപോലെ ചേച്ചി, നമ്മുടെ കേരളത്തിൽ നല്ല ശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ട് കോൺഗ്രസിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സമയമാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതവര് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ. എന്ത് തന്നെയായിരുന്നാലും രാജീവ് പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ സത്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്കും അദ്ദേഹത്തിന്റെ ബൈറ്റ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയും. നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് നമ്മുടെ കമന്റിൽ നിങ്ങൾ അടയാളപ്പെടുത്തുക. കാരണം അഭിപ്രായങ്ങൾ പറയുന്നത് നല്ല രീതിയിലാണ് കേട്ടോ പറയേണ്ടത്. കാരണം ഇത് നിങ്ങൾ മാത്രമല്ല, ഞങ്ങൾ മാത്രമല്ല, സമൂഹം ഇത് വായിക്കുന്നുണ്ട്. അവർ നിങ്ങളെ മനസ്സിലാക്കും, നിങ്ങളെ വിലയിരുത്തും, നിങ്ങളുടെ പാർട്ടിയെ വിലയിരുത്തും, നിങ്ങളുടെ സംസ്കാരത്തിനെ വിലയിരുത്തും. അതുകൊണ്ട് മാന്യമായിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും പ്രതികരിക്കാൻ നിങ്ങളും കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ, വാർത്തകളും എല്ലാ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള മറുപടികൾ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇലക്ഷൻ വരാൻ പോവുകയാണ്. എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, ഞങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ തദ്ദേശീയ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പാർട്ടിയേക്കാൾ ഉപരി വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്നതായിരുന്നു. നിയമസഭാ ഇലക്ഷൻ വരുന്നുണ്ട്. അതെ, എല്ലായിടത്തും. ഞാൻ ഇപ്പോൾ തദ്ദേശീയ തിരഞ്ഞെടുപ്പ് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട്, എൻ്റെ ഒരു ഈ ചെറിയൊരു പ്രായത്തിൽ മനസ്സിലാക്കിയത് വെച്ചിട്ട്, എന്ത് തന്നെയായിരുന്നാലും വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അവർ വന്നു കഴിഞ്ഞാൽ വികസനം ഈ നാടിന് ഉണ്ടാവുമോ എന്നൊരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ആ പാർട്ടി വരണം ഈ പാർട്ടി വരണമെന്നല്ല. നിയമസഭാ ഇലക്ഷനിൽ നിങ്ങൾ തീർച്ചയായിട്ടും പാർട്ടി നോക്കിയിടുക. അതിൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പാർട്ടികൾക്കും അധികാരത്തിലോട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്, അവസരമുണ്ട്. പക്ഷെ അത് വിനിയോഗിക്കുക. ഇന്ന പാർട്ടി ആ പാർട്ടി ഈ പാർട്ടി എന്ന് ഞങ്ങൾ പറയുന്നില്ല. ആരാണോ വികസനം കൊണ്ടുവരുന്നത് അവർ ആരാണെന്ന് തോന്നുന്നു അവർക്ക് തന്നെ കൊടുക്കുക. എന്തായാലും നല്ലൊരു വിഷയവുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. തീർച്ചയായും.